ഹായ് വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. +1 പൊളിറ്റിക്കൽ സയൻസിൽ ലാസ്റ്റ് ടൈം റിവിഷനാണ്. 7ാമത്തെ പാഠമായിട്ടുള്ള ഫെഡറലിസമാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫെഡറലിസം എന്നുള്ള ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. എന്താണ് ഫെഡറലിസം എന്നുള്ളത് ചിലപ്പോൾ പുതുതായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒട്ടുമിക്ക ചാപ്റ്റേഴ്സും കേട്ടിട്ടുള്ളതാണ്. ഫെഡറലിസം എന്നാൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ്. കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്നോ? ഇപ്പോൾ ഇല്ല കേട്ടോ. ഭരണഘടന ആർട്ടിക്കിളായിരുന്നു ആർട്ടിക്കിൾ 370 എന്നുള്ളത്. അത് എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്, സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ കേന്ദ്ര ഗവൺമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 356. സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്, സ്റ്റേറ്റ് എമർജൻസിയാണ് ആർട്ടിക്കിൾ 356 എമർജൻസിയാണ്. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസിയാണ്, ദേശീയ അടിയന്തരാവസ്ഥയാണ്. ദെൻ ആർട്ടിക്കിൾ 360 ഓർത്തു വെക്കുക, ഫിനാൻഷ്യൽ എമർജൻസി, സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്, ഫിനാൻഷ്യൽ എമർജൻസിയാണ്. അപ്പോൾ 3 എമർജൻസി: ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, ദെൻ സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഓക്കെ, ഇതൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാൻ 1983 കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷനാണ് ഏത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതാണ് സർക്കാരിയ കമ്മീഷൻ. 1983 സർക്കാരിയ കമ്മീഷൻ എന്നാണ് എന്നുള്ള ചോദ്യം വന്നാൽ 1983. എന്തിനാണ്? ഫോർ വാട്ട്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചത് ഏത് വർഷമായിരുന്നു എന്നുള്ള, ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന 1975. ഇന്ത്യ ഒരു അർദ്ധ ഫെഡറൽ രാഷ്ട്രമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? പ്രൊഫസർ KC ആണ്. ദെൻ അവശിഷ്ട അധികാരം, അതായത് കൺകറന്റ് ലിസ്റ്റ്, നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അധികാരം അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിന് 3 ലിസ്റ്റുകളുണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 പേർക്കും ഒരുമിച്ച് നിയമനിർമ്മാണം നടത്താൻ പറ്റുന്നതിനാണ് അവശിഷ്ട അധികാരം എന്ന് പറയുന്നത്. ഓക്കെ, അവശിഷ്ട അധികാരങ്ങൾ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്ക് എന്നുള്ളതാണ്. ഓക്കെ, അത് കേന്ദ്ര ഗവൺമെന്റിനാണ് ഏറ്റവും മുൻഗണന നൽകുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. ദെൻ ഇന്ത്യയിൽ അവസാനമായി രൂപീകരിക്കപ്പെട്ട സംസ്ഥാനം തെലങ്കാന. ഓക്കെ, തെലങ്കാനയാണ് അവസാനമായിട്ട് രൂപീകരിക്കുക. അവസാനം കാശ്മീരിനെ 2 എന്നുള്ളത് ഓർമ്മ വേണം. ഓക്കെ, 2 കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയിട്ടുണ്ട്. രാഷ്ട്രീയ അധികാരം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കിടയിൽ വിഭജിക്കപ്പെടുന്ന ഗവൺമെന്റിന്റെ രൂപമാണ് ഫെഡറലിസം. അപ്പോൾ വാട്ട് ഈസ് ഫെഡറലിസം എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസറാണ് രാഷ്ട്രീയ അധികാരം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കിടയിൽ വിഭജിക്കപ്പെടുമ്പോഴാണ് ഗവൺമെന്റിന്റെ രൂപമാണ് ഫെഡറലിസം എന്നറിയപ്പെടുന്നത്. then താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവക്ക് കീഴിൽ എന്ത് ചെയ്യുക? ക്രമപ്പെടുത്തുക. പ്രതിരോധം, ഓക്കെ, ദേശീയ സ്വഭാവമുള്ളൊക്കെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനാണ്. വിദേശകാര്യം, ഇത് രണ്ടും കേന്ദ്ര ഗവൺമെന്റിനാണ്. ജയില്, അതുപോലെ തന്നെ പോലീസ് എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റാണ്. വനം, വിദ്യാഭ്യാസം എന്നുള്ളത് കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണ് എന്ന് ഓർത്തു വെക്കുക. ദെൻ ഫെഡറലിസത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഭരണഘടനാപരമായിട്ടുള്ള അധികാരങ്ങളോട് കൂടിയ 2 തല ഗവൺമെന്റ്. നമുക്ക് യൂണിയൻ ഗവൺമെന്റ് ഉണ്ട്, പ്രൈം മിനിസ്റ്റർ നേതൃത്വം നൽകുന്ന, PM നേതൃത്വം നൽകുന്ന ഒരു യൂണിയൻ ഗവൺമെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിനും ഒരു ചീഫ് മിനിസ്റ്റർ ഉള്ള ഒരു സംസ്ഥാന ഗവൺമെന്റ്. അതാണ് 2 തലങ്ങൾ കൂടിയിട്ടുള്ള 2 ഗവൺമെന്റ് നമുക്കുണ്ട് എന്ന് പറയുന്നത്. ജനങ്ങൾ 2 തരത്തിലുള്ള സ്വത്വങ്ങളോടും വിധേയത്വം ഉണ്ടാവും. നമുക്ക് കേരള ഗവൺമെന്റിനോടും അതുപോലെ തന്നെ അതേസമയം തന്നെ സെൻട്രൽ യൂണിയൻ മിനിസ്ട്രിയോട് അഥവാ കേന്ദ്ര ഗവൺമെന്റിനോടും നമ്മുടെ PM നേതൃത്വം 2നോടും എന്തുണ്ട്? വിധേയത്വമുണ്ട്, അനുഭാവമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് അവരുടെ ദേശത്തോടും മറ്റൊന്ന് രാഷ്ട്രത്തോടും. നമ്മുടെ ദേശം എന്നുള്ള കേരള, രാഷ്ട്രം ഇന്ത്യ. ഓക്കെ, ഈ തരത്തിലുള്ള ഒരു വിധേയത്വം അടുപ്പം കാണുന്നതാണ്. ദെൻ
ദ്വിഭരണ സംവിധാനത്തിന്റെ വിശദാംശങ്ങൾ ലിഖിത ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു ദ്വിഭരണമാണ്. ഒരു ഭരണം കേന്ദ്രത്തിലും ഒരു ഭരണം സംസ്ഥാനത്തിലും. ഇത് ഭരണഘടനയിൽ ഉണ്ടാകും. രാഷ്ട്രത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഫൻസ്, പ്രതിരോധം, അത് കേന്ദ്ര ഗവൺമെന്റാണ്. അതുപോലെ തന്നെ വിദേശകാര്യ ബന്ധം, ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തം. കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ പരിഹരിക്കുന്ന സ്വതന്ത്ര നീതിന്യായ വിഭാഗം ഉണ്ടാകും. സുപ്രീം കോടതിയിലാണ് കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളും തമ്മിൽ എന്തെങ്കിലും ഇതൊക്കെ വരുമ്പോൾ ഫൈനലായിട്ടുള്ള ജഡ്ജ്മെന്റ് സുപ്രീം കോടതിയാണ്. ഇന്ത്യയിലെ ഒരു കേന്ദ്ര ഗവൺമെന്റ്, ശക്തമായ ഒരു കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഒരു ഫെഡറലിസമാണ് എന്ന് പറയുന്നത്. ഒരു സെൻട്രലിലെ ശക്തമായിട്ടുള്ളൊരു ഫെഡറലിസമാണ് നിലനിൽക്കുന്നത് എന്നതിനെ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഒരു കേന്ദ്ര ഗവൺമെന്റോ ശക്തമായ ഒരു കേന്ദ്ര ഗവൺമെന്റിനോട് കൂടിയുള്ള ഒരു രാഷ്ട്രമാണ് വിഭാവനം ചെയ്തത്. ഒരു ഏകീകൃത സ്വഭാവം കൈവരുത്തുന്നതിനും സാമൂഹികവും രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനും ശക്തമായിട്ടുള്ളൊരു കേന്ദ്രഭരണം വേണമെന്ന് ഭരണഘടനാ ശില്പികൾ എന്ത് ചെയ്തു. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ ശക്തമാക്കുന്ന പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെ? ഭൂപരമായിട്ടുള്ള സംയോജനം ഉൾപ്പെടെ ഒരു സംസ്ഥാനത്തിന്റെ നിലനിൽപ്പ് തന്നെ പാർലമെന്റിന്റെ കൈവശമാണ്. അതായത് പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനും സംസ്ഥാന അതിർത്തി മാറ്റാൻ നിശ്ചയിക്കാനും പേര് മാറ്റി നൽകാനും കേന്ദ്ര ഗവൺമെന്റിനാണ് അധികാരമുള്ളത്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന് ശക്തമായ ചില അടിയന്തരാവസ്ഥ അധികാരങ്ങളുണ്ട്. ഒരിക്കൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഫെഡറൽ വ്യവസ്ഥയിൽ മാറ്റം വരികയും അധികാരങ്ങളെല്ലാം കേന്ദ്രം. ഇപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിന്റെ ഗവൺമെന്റിനെ പിരിച്ചുവിടുകയും നേരിട്ട് കേന്ദ്രം ഭരിക്കുകയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കേന്ദ്രവൽക്കരിക്കപ്പെടും. കേന്ദ്ര ഗവൺമെന്റിന് ശക്തമായിട്ടുള്ള സാമ്പത്തിക അധികാരങ്ങളുണ്ട്. വരുമാനം ലഭിക്കുന്ന പ്രധാന സ്രോതസ്സുകളെല്ലാം മെയിനായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലാണെന്ന് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടുള്ള ഗവൺമെന്റ്, നമ്മൾ നേരത്തെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഒന്നല്ല ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ഗവർണർ അധികാരത്തിലെത്തുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധിയാണ്. നിയമസഭ പിരിച്ചിടാനുള്ള അധികാരമുണ്ട്. സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ല് തടഞ്ഞു വെക്കണം വേണമെങ്കിൽ ഗവർണർക്ക് കഴിയും. ഇനി രാജ്യസഭാ അനുമതി ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങൾ പോലും നിയമനിർമ്മാണം നടത്താൻ ആർക്ക് അധികാരമുണ്ട്? കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു ഏകീകൃത ഭരണ സംവിധാനമാണ് നിലനിൽക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു അഖിലേന്ത്യാ സർവീസ് ഉണ്ട്. അത് സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ ഉള്ള ഉദ്യോഗസ്ഥരുടെ പട്ടാള നിയമം നിലവിലുള്ളപ്പോൾ നിയമപാലനം ഉറപ്പുവരുത്തുന്നതിന് എടുക്കുന്ന ഏതെങ്കിലും നടപടിയും സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ 30. ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു അഭാനുള്ളതാണ്. ഇനി ഇന്ത്യൻ ഫെഡറൽ വ്യവസ്ഥയിലെ ഏറ്റുമുട്ടലുകളെ കുറിച്ച്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, അതായത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ എപ്പോഴും അധികാരത്തിന് വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇന്ത്യൻ ഫെഡറൽ വ്യവസ്ഥയെക്കുറിച്ച് പഠനത്തെ 3 ഘട്ടങ്ങളായി തിരിക്കാം. 1947 മുതൽ 67 വരെ, 67 ശേഷമുള്ളത്. അപ്പോൾ ഇത് ഓരോന്നും 67 മുതൽ 77 വരെ, പിന്നെ 77 ശേഷമുള്ളതാണ്. അപ്പോൾ എന്താണ് എന്നുള്ളത് അതിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ളതാണ്. 47 മുതൽ 67 വരെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് പ്രമാദിത്യമുള്ള സമയമായിരുന്നു. അപ്പോൾ കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ ആധിപത്യമാണ് നിലനിന്നത്. നെഹ്റുവിനെ പോലെയുള്ള സമുന്നതനായിട്ടുള്ള നേതാവിന് കീഴിലാണ് കോൺഗ്രസ് പ്രവർത്തിച്ചിരുന്നത്. എല്ലായിടത്തും ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു എന്നതിനാൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വന്നാലും അവയെല്ലാം വ്യക്തിതലത്തിലോ കക്ഷിതലത്തിലോ പരിഹരിക്കപ്പെട്ടു. പക്ഷെ 67 മുതൽ ഇത് മാറ്റം വരികയാണ്. രണ്ടാം ഘട്ടത്തിൽ 9 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. പ്രാദേശിക കക്ഷിയുടെ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ഈ കാലഘട്ടത്തിൽ അധികാര കേന്ദ്രീകരണത്തിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാനങ്ങൾ അവർക്ക് അവരുടേതായിട്ടുള്ള അധികാരം വേണമെന്നുള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ഉലച്ചിൽപ്പെട്ടു. പക്ഷേ 77 ശേഷം ഫെഡറലിസം കാര്യമായിട്ടുള്ള ഉലച്ചിൽ തട്ടിയത് 77 ശേഷമാണെന്നുള്ളത്. സ്വയംഭരണ അധികാരം. പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളും വ്യത്യസ്ത രീതിയിലുള്ള ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അതായത് കൂടുതൽ അധികാരങ്ങളും പ്രാധാന്യം സംസ്ഥാനത്തിന് ലഭ്യമാക്കണം, സംസ്ഥാനങ്ങൾക്ക് വരുമാനത്തിനുള്ള സ്വതന്ത്ര സ്രോതസ്സുകൾ വേണമെന്നും വിഭവങ്ങൾ കൂടിയ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം, വിഭവങ്ങളും നിയന്ത്രണം ഏർപ്പെടുത്തണം. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ, അതുപോലെ തന്നെ സാംസ്കാരിക ഭാഷാപരമായിട്ടുള്ള ആവശ്യങ്ങൾ, ഇതിന്റെ പേരിലൊക്കെ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേന്ദ്രവും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? നിരന്തരം സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ്. ഇനി ഗവർണറുടെ പങ്കും പ്രസിഡന്റ് ഭരണം.
നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഗവർണർക്ക് വേണമെങ്കിൽ ഒരു സംസ്ഥാനത്തെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട്. ഗവർണർ എടുക്കുന്ന ചില തീരുമാനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ വിവാദത്തിന് വിഷയമാകാറുണ്ട്. ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നതും ഗവർണർമാരെ ഉപയോഗിക്കുന്നതും പലപ്പോഴും തർക്കങ്ങൾക്ക് ഇടയാക്കാറുണ്ട് എന്ന് പറയുന്നു. then പുതിയ സംസ്ഥാനങ്ങൾക്കായിട്ടുള്ള ആവശ്യം 1956 വരെ ഒരു ന്യൂ സ്റ്റേറ്റ്സ് തന്നെ, അതായത് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് വരുന്നത് 1956 ഇതാകുന്നത്. 1956 മുതലാണ് പുതിയ സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അന്തർ സംസ്ഥാന സംഘർഷങ്ങൾ വരുന്നുണ്ട്. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ ഫെഡറലിസത്തിനെ ബാധിക്കുന്ന ഓരോ പ്രശ്നങ്ങളായിട്ടാണ് എന്നുള്ളത്. ഇതാണ് മെയിനായിട്ട് എന്താണ് ഫെഡറലിസം, എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ്, എന്താണ് കൺകറന്റ് ലിസ്റ്റ്, എന്താണ് യൂണിയൻ ലിസ്റ്റ്, ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക ഇതിൽ പ്രധാനമായിട്ടും. എന്തെങ്കിലും സംശയം ചോദിക്കാം. താങ്ക് യു.